റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവം ഒരു ദിവസത്തിന് മുൻപ് നടന്നു. ഇന്നലെ അർദ്ധരാത്രിയിൽ 100 കണക്കിന് റഷ്യൻ സൈനികർ ഇത്രയും ദിവസം ഉക്രൈന് ഗ്യാസ് അയക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈപ്പുകൾ വഴി അണ്ടർഗ്രൗണ്ടിലുള്ള ഭൂമിക്ക് അടിയിൽ കുഴിച്ചിട്ട പൈപ്പുകൾ വഴി അകത്തേക്ക് കയറി ടൗൺ ഓഫ് സ്വിറ്റ്സയുടെ ഭാഗത്ത് ഒരു വലിയ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചു. ഇപ്പൊ വന്നിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അവിടെയുള്ള ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യ ഇത് വെറുതെ ഒരു കൗണ്ടർ ഒഫൻസീവായി മാത്രം അല്ല ചെയ്തത്, മറിച്ച് 400 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു വലിയ ട്രാപ്പ് സെറ്റ് ചെയ്ത് അകത്തേക്ക് ഒരു 5000 സൈനികരെ ഒരുമിച്ച് ചുറ്റിവളഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ചിന്തിച്ചു നോക്കുക, അത് എത്ര വലിയ കാര്യമാണെന്ന്. അതുപോലൊരു ട്രാപ്പാണ് ഇപ്പൊ മുഴുവൻ കേഴ്സ് മേഖലയിലും റഷ്യ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിക്കുന്ന വാർത്തകളും കൂടെ തന്നെ റഷ്യ, ചൈന ഇവരുടെ യുദ്ധക്കപ്പലുകൾ ഇറാനുമായി ചേർന്ന് ഒരു വലിയ സൈനിക അഭ്യാസം നടത്താൻ പോവുകയാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. യൂറോപ്പിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഗ്യാസ് പൈപ്പ് ലൈൻസ് കടലിനടിയിലൂടെയും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഉക്രൈൻ വഴിയും പോകുന്നുണ്ട്. ഈ ഉക്രൈൻ വഴി പോകുന്ന പൈപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു പൈപ്പ് ലൈൻ ദ ഒരാൻഗൈ പൊമാരി ഒസാഗ്രേഡ് പൈപ്പ് ലൈൻ. ഇത് റഷ്യയിലുള്ള ഒരാൻഗോ ഗ്യാസ് ഫീൽഡിൽ ആരംഭിച്ച് ടൗൺ ഓഫ് സ്വിറ്റ്സ പ്രദേശം വഴി ഉക്രൈനുള്ളിൽ കയറും. ഇത് വളരെ പ്രധാനപ്പെട്ട റഷ്യയുടെ ഗ്യാസ് എക്സ്പോർട്ടിംഗ് പൈപ്പ് ലൈൻ ആണ്. ഇത് ഉക്രൈൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ടൗൺ ഓഫ് സ്വിറ്റ്സയിലുള്ള ഗ്യാസ് മീറ്ററിംഗ് സ്റ്റേഷനിൽ അതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അളവെടുത്ത് വീണ്ടും ഉക്രൈൻ വഴി പോകും. അതുപോലെ കേഴ്സ്കിൽ നിന്ന് ഉക്രൈനിലേക്ക് ദ ഡെലറ്റ്സ്കേഴ്സ്ക് ഡെക്കാൻക പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. ഇങ്ങനെ റഷ്യയിൽ നിന്നും പോകുന്ന പൈപ്പ് ലൈൻസ് നേരിട്ട് ഉക്രൈൻ ബോർഡറിൽ നിന്നും സ്ലോവാക്യയിലേക്ക് നുഴയും. ഈ പൈപ്പ് ലൈൻ വഴി നടക്കുന്ന ഗ്യാസ് ട്രാൻസിറ്റ് എന്നത് ഉക്രൈൻ അവസാനിപ്പിച്ചിരുന്നു. ഇപ്പൊ ഇന്നലെ സംഭവിച്ചത് ഉക്രൈന്റെ സൈനികർ ഈ കേഴ്സ് പ്രദേശത്ത് ഒരു വലിയ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തു. ഏകദേശം നോക്കിയാൽ 30 കിലോമീറ്ററിലധികം ഒരു ബഫർ സോൺ ആക്റ്റീവായി ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബഫർ സോൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രശ്നങ്ങൾ നടക്കും, എന്നാൽ അതിനപ്പുറം ഉക്രൈൻ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയുടെ സൈഡിൽ നിന്നോ പ്രധാനപ്പെട്ട യാതൊരു പ്രശ്നവും വരാത്ത രീതിയിൽ ആക്റ്റീവായി ആ ഒരു സ്ഥലത്ത് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ ഒരല്പം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ബഫർ സോണിനും അപ്പുറം റഷ്യയുടെ സൈനികർ നുഴഞ്ഞു കയറി ആക്രമണം നടത്താൻ തുടങ്ങി. അതും ഇങ്ങനെ ആക്രമണം നടത്തിയത് സാധാരണ രീതിയിലല്ല ചെയ്തത്. ഈ വന്ന അത്രയും സൈനികർ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ അറ്റാക്ക് ചെയ്ത് തിരികെ പോകുന്നു എന്നുള്ളത് ഉക്രൈൻ ഒരല്പം പോലും ഊഹിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൃത്യതയോടുകൂടി റഷ്യ ആക്രമിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഒരു വാർത്ത പുറത്തു വന്നത്. ഈ ഒസോറോഡ് പൈപ്പ് ലൈൻ, അതായത് ഒറോൻഗോ ഗ്യാസ് ഫീൽഡിൽ നിന്നും ഉക്രൈനുള്ളിലേക്ക് പോകുന്ന ഗ്യാസ് ട്രാൻസിറ്റ് പൈപ്പ് ലൈൻ, അത് ഉക്രൈൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. അത് ഉപയോഗിക്കാതെ അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെ അവസാനിപ്പിച്ചിട്ടുള്ള ആ എംടി പൈപ്പ് ലൈനുള്ളിൽ നുഴഞ്ഞ് റഷ്യൻ സൈനികർ ഈ ബഫർ സോണും കടന്ന് കേഴ്സ്കിനുള്ളിലേക്ക് കടന്ന് ഉക്രൈൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അറ്റാക്ക് ചെയ്തത് മാത്രമല്ല, ചില സ്ഥലങ്ങളെ അവർ പിടിച്ചെടുത്തിട്ടുമുണ്ട്. പിടിച്ചെടുക്കുക മാത്രം അല്ല, നാം ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്തു. 400 സ്ക്വയർ കിലോമീറ്ററോളം ഒരു വലിയ ട്രാപ്പ് ചെയ്ത് 5000-ലധികം സൈനികരെ ചുറ്റി വളയേണ്ട ഒരാക്രമണമാണ് റഷ്യൻ സൈനികർ അവിടെ ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഗ്യാസ് പൈപ്പ് ലൈൻസ് ഉപയോഗിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ സൈനികരെ അകത്തേക്ക് അയക്കുക, ഇതൊക്കെ വെറും ഒരു അറ്റാക്കായി മാത്രം ചെയ്തതല്ല. ഉക്രൈൻ ബോർഡറിൽ നിന്നും കേഴ്സ്കിനുള്ളിലേക്ക് നുഴയാൻ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. കാരണം അവിടെ ചെറിയ ചെറിയ വാട്ടർ സ്ട്രീംസും ഒരുപാട് അരുവികളും ആറുകളുമുള്ള ഒരു പ്രദേശമാണ്. അതുവഴി നേരിട്ട് ഉക്രൈനുള്ളിൽ കടക്കാൻ സാധിക്കും. അപ്പോ ആ ഒരു ബ്രിഡ്ജസിൽ മൊത്തം 32 ബ്രിഡ്ജസ് ഉണ്ട്. അതിൽ 26 പാലങ്ങളെ ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം നശിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് എത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ ഉക്രൈനിലേക്ക് പോകുന്ന സപ്ലൈ റൂട്ട്സ് കട്ട് ചെയ്യണം എന്നതിന് വേണ്ടി ആക്രമണം നടത്തിയതുപോലെ തോന്നുന്നില്ല. ഇതിനപ്പുറം മറ്റൊരു സെറ്റ് ഓഫ് സപ്ലൈ ലൈൻസ് ഈ ബഫർ സോണിന് മധ്യയുണ്ട്. സ്ഥലങ്ങൾ മാത്രം പിടിച്ചെടുക്കണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ ബഫർ സോണിനടുത്തുള്ള സപ്ലൈ റൂട്ട്സിനെയും ആ ഒരു ചെയിൻ നെറ്റ്വർക്കിനെയും റഷ്യ ആക്രമിച്ചാൽ മതി. പക്ഷെ അകത്ത് എൻട്രൻസ് ആകുന്ന ആ പ്രദേശത്തെ ആക്രമിച്ചത് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു യുദ്ധമായി മാത്രമല്ല റഷ്യ ചെയ്തത്. മൊത്തത്തിൽ ഉക്രൈൻ സൈനികർക്ക് ഒരു പണിഷ്മെന്റ് നൽകണമെന്നതിനു വേണ്ടിയാണ്. ഇതിനകം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇതൊരു ആക്ട് ഓഫ് ടെററിസം ആണ്.
അകത്തേക്ക് വരുന്ന സൈനികർക്കെല്ലാം പണിഷ്മെന്റ് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോ അകത്തേക്ക് വന്ന അത്രയും ആക്സസ് റൂട്ട്സ് കട്ട് ചെയ്താൽ ഈ സൈനികർ എല്ലാം അകത്ത് ട്രാപ്പ് ആകും. അങ്ങനെ ട്രാപ്പ് ആവുകയാണെങ്കിൽ അവർക്കവിടെ പ്രിസണർ ഓഫ് വാറായി മാറുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് മരിക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ വഴിയായുള്ളൂ. ഇതിനപ്പുറം അവിടെ അവർക്ക് മറ്റു യാതൊരു വഴിയും ഇല്ല. അങ്ങനെ ഒരു വലിയ ട്രാപ്പാണ് കേർസ്കിൽ റഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം റഷ്യയുടെ ഉത്തര കൊറിയൻ സൈനികർക്ക് ഉണ്ടാകുന്ന നഷ്ടം വീണ്ടും അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നത്, ഉത്തര കൊറിയൻ സൈനികരെ അകത്തേക്ക് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? അവരെ കൊണ്ടുവന്നതോടുകൂടി റഷ്യയുടെ ഉദ്ദേശം നടന്നോ എന്നുള്ളത് അറിയാത്ത ഒരു കാര്യം തന്നെയാണ്. ഉത്തര കൊറിയൻ സൈനികർ വഴി റഷ്യക്ക് വിജയം ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനവർ നൽകുന്ന വില എന്നത് വളരെ വളരെ അധികമാണ്. ഇതിനിടയിൽ ISW ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി ഓഫ് വാർ നൽകിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. നിങ്ങൾ നന്നായി ഒന്ന് നോക്കുക. റഷ്യ സത്യത്തിൽ ഇതൊരു വലിയ ട്രാപ്പാക്കി മാറ്റി അകത്ത് അത്രയും സൈനികരെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പുടിൻ ട്രംപ് റിലേഷൻഷിപ്പ് വലുതായി സംസാരിക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, റഷ്യ കുറച്ചു ദിവസമായി വലിയ രീതിയിൽ ഡ്രോൺ അറ്റാക്ക് ഒന്നും നടത്തിയിട്ടില്ല എന്ന്, യാതൊരു മിസൈൽ അറ്റാക്കും ചെയ്തില്ല എന്ന്. അതിന്റെ ഡേറ്റാസ് എല്ലാം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ മീഡിയാസ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പുതിയ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതായത് അറ്റാക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതിന്റെ റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. മുഴുവനായും അവസാനിപ്പിച്ചിട്ടേയില്ല. മാർച്ച് മാസം 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഈ ഡേറ്റ നോക്കുക. വീണ്ടും 7-ാം തീയതിക്ക് ശേഷമുള്ള ഡാറ്റയും നിങ്ങൾ നോക്കുക. ഇതിൽ ലൈറ്റ് ഓറഞ്ച് നിറത്തിൽ ഇതെല്ലാം മിസൈൽ സ്ട്രൈക്ക് ആണ്. ആ പച്ച നിറത്തിലുള്ളത് ഡ്രോൺ അറ്റാക്ക് ആണ്. ട്രംപ് ഓഫീസിൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ വന്നതിന് ശേഷം റഷ്യയുടെ ആ ഒരു റേഷ്യോ എന്നത് പല മടങ്ങ് അധികമായിട്ടുണ്ട്. ഇവിടെ റഷ്യ അവരുടെ സ്റ്റാൻഡിൽ വളരെ വ്യക്തമാണ്. എന്നാൽ മാധ്യമങ്ങൾ അത് പറയുന്നില്ല. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ എത്രത്തോളം ഉക്രൈനെ സഹായിച്ചോ, ഉക്രൈനെ ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം അവർ അവസാനിപ്പിച്ചു. അത്രത്തോളം തിരിച്ചടി ഉക്രൈന് ലഭിക്കുന്നുണ്ട്. ഒന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കും, റഷ്യ അവരുടെ ആക്രമണം തീവ്രമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇന്റൽ ഇൻപുട്സും അവിടെ മുഴുവനായും ഉക്രൈനിലേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത്, അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇന്റൽ ഇൻപുട്സ് ഷെയർ ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിൽ ചില വാർത്തകൾ പറഞ്ഞു. തീർച്ചയായും യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ചാരൂരം നൽകാൻ സാധിക്കും, അതിൽ സംശയമില്ല. എന്നാൽ അമേരിക്ക നൽകിയതിൽ പകുതി പോലും അവരെ കൊണ്ട് നൽകാൻ കഴിയില്ല. അതാണ് സത്യം. അമേരിക്കയുടെ ഇന്റൽ നെറ്റ്വർക്കും യൂറോപ്യൻ യൂണിയന്റെ ഇന്റൽ നെറ്റ്വർക്കും അവരുടെ മുഴുവൻ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങളും മുഴുവൻ വ്യത്യസ്തമാണ്. ഇവ രണ്ടിനെയും ഒരിക്കലും മാച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോ അമേരിക്കയുടെ മുഴുവൻ ഇന്റൽ നെറ്റ്വർക്കും ഇവിടെ അവസാനിപ്പിച്ചത് ഉക്രൈന് മറ്റൊരു തിരിച്ചടി തന്നെയാണ്. റഷ്യയുടെ ആക്രമണങ്ങൾ കൂടുതൽ നടക്കുന്നത് ഇവർക്ക് നല്ല കാര്യമേ അല്ല. ഇതിനിടയിൽ വീണ്ടും ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അമേരിക്ക ഇപ്പൊ ഉക്രൈന്റെ പക്കൽ ഒരു വലിയ ഡിമാൻഡ് നടത്തി. ഡിമാൻഡ് എന്ന് പറയണ്ട, ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ മിനറൽ ഡീലിന് ഉക്രൈൻ സമ്മതിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ തീരുമാനം എന്തായിരിക്കുമെന്നവർ പറഞ്ഞു. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു സമാധാനം കൊണ്ടുവരുന്നതിനേക്കാളും അമേരിക്കയ്ക്ക് ആവശ്യം ഈ കരാർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഡീലിന് ഉക്രൈൻ സമ്മതിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ പക്കലുള്ള ഡാറ്റ ഉപയോഗിച്ച് എത്രത്തോളം അഴിമതി ഉക്രൈനിൽ സംഭവിച്ചിട്ടുണ്ട്, സെലൻസ്കിയുടെ ഗവൺമെന്റ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ എത്രത്തോളം അവർക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിൽ ഈയൊരു യുദ്ധം ഉപയോഗിച്ച് വലിയൊരു അഴിമതി അവിടെ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരരുത് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കരാറിന് സമ്മതിക്കണം എന്നുള്ള രീതിയിലെ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. ഇറാനെ സംബന്ധിച്ച് നേരിട്ട് അമേരിക്കയുടെ പക്കൽ നിന്നും ഒരുപാട് ഭീഷണി വന്നിട്ടുണ്ട്. 2-3 വാർത്ത വന്നത് ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു, ഇറാന് എത്രയും പെട്ടെന്ന് ഒരു അവസാന ഘട്ട നടപടികൾ എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതിൽ ഇറാൻ ഒരുപാട് ഖേദിക്കും, ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇതിന് ഇറാൻ ഇപ്പോ പറഞ്ഞത്, ഞങ്ങളെ മുട്ടുകുത്തിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചാലും ആര് വന്നാലും ഞങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാം ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കില്ല. ഈ ലോകത്തിൽ ആര് തടഞ്ഞാലും ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ വരുന്നതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇസ്രായേലിന് സപ്പോർട്ടായി അമേരിക്ക ഈ യുദ്ധത്തിൽ കളമിറങ്ങിയാൽ ഞങ്ങളുടെ മിസൈൽ പവർ അവർ കാണും എന്ന് തുറന്നു തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. കൂടെ ഖത്താർ ചെയ്തത്, തീർച്ചയായും ഞങ്ങളുടെ ബേസിസിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങളുടെ ബേസിസ് നിങ്ങൾ ഉപയോഗിച്ചാൽ
അത് ഇറാന് എതിരെയുള്ള യുദ്ധത്തിൽ ഞാനും വന്നതുപോലെയാകും. ഇറാൻ ചില രീതിയിൽ സൈബർ അറ്റാക്ക് വഴിയും നേരിട്ട് ആക്രമിച്ചാലും പേർഷ്യൻ ഗൾഫിലെ പല രാജ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അവരുടെ അറ്റാക്സിലൂടെ ഞങ്ങളുടെ റിസോഴ്സ് എല്ലാം നഷ്ടപ്പെടുത്തും എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. ഇതിനിടയിൽ ഇറാന്റെ മീഡിയാസ് അല്ലെങ്കിൽ ഇറാന്റെ സ്റ്റേറ്റ് ഓൺഡ് മീഡിയാസ് പറഞ്ഞത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇറാന്റെ യുദ്ധക്കപ്പലുകളും റഷ്യൻ യുദ്ധക്കപ്പലുകളും ചൈനയുടെ യുദ്ധക്കപ്പൽ ഇവരെല്ലാവരും ചേർന്ന് ഒരു വലിയ സൈനിക അഭ്യാസം സ്റ്റേറ്റ് ഓഫ് ഹോംസ് ഭാഗത്ത് നടത്താൻ പോവുകയാണ്. ഇന്റർനാഷണൽ പ്രഷർ ഇറാനിൽ അധികമായിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു വലിയ പ്രശ്നത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതിനിടയിൽ ഇറാനെ നേരിട്ട് റഷ്യ സഹായിക്കാൻ വരില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതാണ് സത്യം. തീർച്ചയായും റഷ്യ വരില്ല. എങ്കിലും ഇറാനെ മറ്റു ചില രീതിയിൽ അവരെ കൊണ്ട് സഹായിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യും എന്നുള്ളത് കാണിക്കാനുള്ള ഒരു എക്സസൈസ് ആയി, അല്ലെങ്കിൽ ഇറാനെ ഫ്ലക്സ് ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ പക്കലും അലയൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു പേരിന് വേണ്ടി മിലിറ്ററി എക്സസൈസ് നടത്തിയതായി പല സൈനിക ഉപദേഷ്ടാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിനിടയിൽ സിറിയയിൽ പ്രശ്നങ്ങൾ അധികമായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 4000 പേർ വരെയും അവിടെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നു. പ്രോ അസാദ് സംഘടനയ്ക്കും ഇപ്പോ അധികാരത്തിലുള്ള സംഘടനയ്ക്കും ഇടയിൽ ഒരു സംഘർഷം നടക്കുന്നു. അപ്പോൾ വീണ്ടും സിറിയൻ സിവിൽ വാർ 2.0 സംഭവിക്കുമെന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ഒരുപാട് അറിയാനുണ്ട്. അവയെല്ലാം അടുത്ത ഭാഗത്തിലൂടെ അറിയാം. എന്തു തന്നെയായാലും കേഴ്സ്കിൽ ഉക്രൈൻ ഒരു വലിയ ട്രാപ്പിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉക്രൈൻ പുറകിലേക്ക് പോയില്ല, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കുണ്ടാകുന്ന നഷ്ടം എന്നത് ഉക്രൈന് ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറും. ഈ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. റഷ്യ ഇത്രയും ദിവസം ആക്രമണം നടത്തണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ 32 ബ്രിഡ്ജിൽ 26 ബ്രിഡ്ജിനെ എപ്പോ വേണമെങ്കിലും ആക്രമിക്കാമായിരുന്നു. പക്ഷെ അവയെല്ലാം ഉപേക്ഷിച്ചിട്ട് അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസ് ആണ് അവർ പ്രയോജനപ്പെടുത്തിയത്. അതേസമയം ഉക്രൈനിൽ അവരുടെ ഡ്രോൺ അറ്റാക്കും അധികമായിട്ടുണ്ട്. ഇങ്ങനെ അവർ ആക്രമിക്കാനുള്ള കാരണം ഒന്നേ ഒന്നാണ്. അകത്തേക്ക് വന്ന അവർക്ക് ഭൂപ്രദേശം മാത്രം അല്ല വേണ്ടത്. ആ സൈനികരെ മുഴുവനായും ട്രാപ്പ് ചെയ്ത് അവരെ പ്രിസണർ ഓഫ് വാറായി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ സൈക്കോളജിക്കൽ വാർഫെയർ കൊണ്ടുവരാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉക്രൈൻ ഒരിക്കലും നല്ല കാര്യമല്ല. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉക്രൈൻ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങും. ഇവിടെ അമേരിക്ക അവരുടെ ലാഭം മാത്രമാണ് നോക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഉക്രൈന്റെ രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും കേഴ്സ്ക് കൗണ്ടർ ഒഫൻസീവ് അല്ലെങ്കിൽ കേഴ്സ്ക് സർപ്രൈസ് ഒഫൻസീവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? റഷ്യയും ഇറാന്റെ യുദ്ധക്കപ്പലുകളും ചൈനയുടെ യുദ്ധക്കപ്പലുകളും ചേർന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു സൈനിക അഭ്യാസം എന്ത് മെസ്സേജ് ആർക്കാണ് നൽകാൻ പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിനാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.